ജോർജ് കുര്യൻ ഇപ്പോൾ പറയുന്നത് ഈ ജാമ്യം തള്ളിയത് അതിൻ്റെ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ കോടതിയിൽ ഇത് സമർപ്പിച്ചത് ഭാഗമായിട്ടാണ്. അതെ, അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് പറയുക. ജോർജ് കുര്യൻ BJP നേതാവല്ലേ, അവരുടെ ഗുണഭോക്താവാണ്, അയാൾ മന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയുമാണ്. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ വീണടിക്കുന്നു ഉരുളുക. കേക്കും കൈവിലങ്ങും ഒന്നിച്ചു പോവില്ല എന്നുള്ളതാണ് ദേശാഭിമാനി ലേഖനത്തിൽ. അല്ല, ഇത് ഒക്കെ നയപരമായ പ്രശ്നമാണ്. അതിനായിട്ട് സൗഹൃദത്തിൻ്റെ മാത്രമുള്ള ഒരു പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിയല്ല ഇതിനെ വീക്ഷിക്കേണ്ടത്. അടിസ്ഥാനപരമായിട്ട് ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും കമ്മ്യൂണിസ്റ്റുകാരോടും RSSന് അതിൻ്റെ ആദ്യകാലം മുതൽ ശത്രുതാപരമായ നിലപാടാണ്. ഓൾവാൾക്കർ എഴുതിയിട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായ, ഇപ്പോഴും അവരുടെ പ്രത്യയശാസ്ത്രപരമായ പുസ്തകം എന്ന രീതിയിൽ കാണുന്നതാണ് വിചാരധാര. ആ വിചാരധാരയിൽ അവർ പറഞ്ഞു വെച്ചത് ആഭ്യന്തര മേഖലയിൽ 3 പ്രധാനപ്പെട്ട ശത്രുക്കളെ നേരിടേണ്ടതുണ്ട് എന്നാണ്. നേരിടേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നാണ്. അതിലെ 3 പ്രധാനപ്പെട്ട ശത്രുക്കളിൽ 1 മുസ്ലിങ്ങളും, 2 ക്രിസ്ത്യാനികളും, 3 കമ്മ്യൂണിസ്റ്റുകാരുമാണ്. ഇതാണ് അടിസ്ഥാനപരമായ കാര്യം. ഈ അടിസ്ഥാനപരമായ കാര്യം പ്രാവർത്തികമാക്കുന്നതിന് വിവിധ രീതിയിൽ, അത് ഗവൺമെൻറ് ഉള്ളപ്പോഴും ഗവൺമെൻറ് ഇല്ലാത്തപ്പോഴും ഒക്കെ RSSും BJPയും സംഘപരിവാർ വിഭാഗങ്ങളും അതിശക്തിയായ രീതിയിലുള്ള കടന്നാക്രമണം നടത്തിയിട്ടുണ്ട്. ആശയപരമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടും മതപരമായിട്ട് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും മുസ്ലിങ്ങൾക്കെതിരായിട്ടും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു അടിസ്ഥാനപരമായ സമീപനമാണ് RSSും സംഘപരിവാർ വിഭാഗവും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷത്തിനെതിരായും പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ട് കേരളമാണ് ലോകത്ത് 3 പ്രധാനപ്പെട്ട സാർവദേശീയ മതങ്ങൾ ഈ അനുവാദത്തിൽ നിലനിൽക്കുന്ന, ജീവിക്കുന്ന ലോകത്തൊരേ ഒരു കേന്ദ്രമേ ഉള്ളൂ, അത് കേരളമാണ്. ആ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തിയായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് അവരുടെ അജണ്ട നടപ്പിലാക്കാൻ കേരളത്തിൽ സാധിക്കാതിരിക്കുന്നത്. അത് വേറെ ആരുടെയൊക്കെയോ കഴിവുകൊണ്ടാണ് എന്നാണ് പറയാൻ ശ്രമിക്കുന്നതെങ്കിലും അതിൻ്റെ യഥാർത്ഥ സത്യം കമ്മ്യൂണിസ്റ്റുകാർ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി കേരളം ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള സ്വാധീന ശക്തിയുള്ള ഒരു കേന്ദ്രമാണ് കേരളം എന്നുള്ളത് കൊണ്ടാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ സുരേഷ് ഗോപി കേരളത്തിലെ ഒരു BJP MP ആണ്. ജയിച്ച ഉടനെ തന്നെ ക്രൈസ്തവ പള്ളിയിലൊക്കെ പോയി കിരീടമൊക്കെ മാതാവിന് ധരിപ്പിച്ചിട്ടാണ്. അവർ പോലും ഒരു അക്ഷരം പോലും ഉരിയാടാൻ തയ്യാറാവുന്നില്ല. അവർക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല. അവസരവാദപരമായ നിലപാട് അവർ സ്വീകരിക്കുന്നു മാത്രമേ ഉള്ളൂ. ചില ബിഷപ്പുമാരെയും ചില അച്ഛന്മാരെയും ചില പുരോഹിതന്മാരെയും എല്ലാം കാണുകയും അവരെല്ലാം പല രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും സാമ്പത്തികമായ സോഴ്സ് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിലെ ഈ ക്രൈസ്തവ ജനവിഭാഗങ്ങളോട് RSSും സംഘപരിവാർ വിഭാഗവും അതിൻ്റെ അഖിലേന്ത്യാ നേതൃത്വവും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. ജോർജ് കുര്യൻ ഇപ്പോൾ പറയുന്നത് ഈ ജാമ്യം തള്ളിയത് അതിൻ്റെ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ കോടതിയിൽ ഇത് സമർപ്പിച്ചത് ഭാഗമായിട്ടാണ്. അതെ, അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് പറയുക. ജോർജ് കുര്യൻ BJP നേതാവല്ലേ, അവരുടെ ഗുണഭോക്താവാണ്, അയാൾ മന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയുമാണ്. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ വീണടിക്കുന്നു ഉരുളുക. ഒന്നുമല്ല പ്രശ്നം, ന്യൂനപക്ഷ വേട്ടയാണ്. മതനിരപേക്ഷതയെ തകർക്കുകയും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഉൾപ്പെടെ എതിരായി അതിശക്തിയായ കടന്നാക്രമണം നടത്തുകയും ചെയ്യുന്ന മതരാഷ്ട്ര സിദ്ധാന്തമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാര്യം. കേക്കും കൈവിലങ്ങും ഒന്നിച്ചു പോവില്ല എന്ന് തന്നെയാണ്. ഒന്നിച്ചു പോവില്ല എന്നുള്ളത് തന്നെയാണ്, സംശയം വേണ്ട അതിന്. അത് തന്നെയാണ് പാർട്ടി പറഞ്ഞു വെച്ചിട്ടുള്ളത്.